ഇപ്പോൾ കൊല്ലത്തെ വാർത്ത ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയാണത്. ആ വാർത്ത നമ്മളാണ് പുറത്തുവിടുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ വാർത്ത താങ്കൾ അറിഞ്ഞോ എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവമാണ്. കണ്ണനല്ലൂർ എന്ന സ്ഥലത്ത് കൊല്ലത്ത് പോലീസ് അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. നിരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് KP പുന്നൂസ് എന്നാണ്. അദ്ദേഹത്തെ പോലീസ് അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചു. ഈ സമയം 24 മണിക്കൂർ കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കണമെന്നത് പാലിച്ചില്ല. അവസാനം അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിന് പ്രായമുള്ളയാളാണ്, കൂടാതെ ഹൃദയത്തിന് പ്രശ്നങ്ങളുള്ളയാളാണ്, ആരോഗ്യനില ശരിയല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിനെ ധരിപ്പിച്ചിട്ട് പോലും പോലീസ് ഈ തരത്തിലേക്കാണ് ഇടപെടൽ നടത്തിയത്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്, കുഴഞ്ഞു വീണതിനെ തുടർന്ന്. പോലീസിന്റെ മറ്റൊരു നടപടിയുടെ കൂടി ദൃഷ്ടാന്തമായാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ? മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിന്റെ ഒരു മുഖം കൂടിയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ തന്നെ വിമർശനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അവർ ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാം തലയിടും, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അവിടെ കയ്യും കെട്ടി നിൽക്കും. DGPയുടെ സർക്കുലർ തന്നെയുണ്ട്, സാമ്പത്തിക കുറ്റങ്ങളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ കൊടുക്കൽ വാങ്ങലിലോ ഒന്നും പോലീസ് കേസിൽ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ ഇതിപ്പോ പോലീസ് ഇടപെട്ടതിന് ശേഷമുള്ള നടപടിയെക്കുറിച്ചാണ് ഇപ്പൊ എന്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതുപോലുള്ള തെറ്റുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തെറ്റുകൾ ചെയ്യുന്ന പോലീസുകാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള ചിന്ത കൂടി ഉള്ളതുകൊണ്ട് വളരെ ക്രൂരമായ തെറ്റുകുറ്റങ്ങളിലേക്ക് ഈ പോലീസ് പോയി വഴുതി വീഴുകയാണ്. അതുകൊണ്ടാണ് പോലീസിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നത്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമേ ഇല്ല. ഒന്നുകിൽ അത് വയലന്റ് ആകും, അല്ലെങ്കിൽ സൈലന്റ് ആകും. നീതിപൂർവം പോകുന്ന നടപടിയേയില്ല. അതുകൊണ്ട് കേരള പോലീസിനെ ഖ്യാതി തന്നെ കുറഞ്ഞു വരാൻ കാരണമാകുകയാണ്. അതൊരു സംസ്ഥാനത്തിന് ഗുണകരമല്ല. സംസ്ഥാനത്ത് നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരു പോലീസ്, നിശ്ചയദാർഢ്യത്തോടു കൂടി പോകുന്ന ഒരു പോലീസ്, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്ന സംഭവം ഒരു സാധു മനുഷ്യനെ വെന്റിലേറ്ററിൽ എത്തിച്ച സംഭവ പരമ്പരയാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. തെറ്റാണ്. ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ നടപടി വേണം. പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആരും ശ്രമിക്കരുത്. അതാണ് എന്റെ ആവശ്യം. ഇതിലൊരു കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ്. അവിടെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. മറ്റൊന്ന്, ഇതിലൊരു ഇടപെടലിന് കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയ ഒരു അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ വിട്ടയക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ തരത്തിലേക്കൊരു ഇടപെടലിന് കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പണമോഹമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. 10 ലക്ഷം രൂപ പരാതിക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ കിട്ടാൻ പോകുന്ന ഇനാമിനെ കുറിച്ചായിരിക്കും ഇത് നിർദ്ദേശം മുന്നോട്ട് വെച്ച പോലീസുകാരന്റെ മനസ്സിലിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടി പിടിച്ചു പറിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. എന്ത് ചെയ്യും എന്നൊരു നിലപാടെടുക്കുകയാണ്. ആ നിലപാടിനോട് ഈ സമൂഹത്തിൽ ആർക്കാണ് യോജിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തെ കേരള സമൂഹം ഒരുമിച്ച് നിന്ന് എതിർക്കണം എന്ന് തന്നെയാണ് എന്റെ അഭ്യർത്ഥന. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.